ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അണിഞ്ഞൊരുങ്ങൽ വീഡിയോ ആണ്. ഡാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു അണിഞ്ഞൊരുങ്ങൽ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ലുക്ക് എന്ന് പറയുന്നത്. സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുന്ന ഒരു ലുക്കാണ്. മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കോമ്പാക്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ മുകളിൽ കുറച്ച് പൗഡറും കാര്യങ്ങളും ഐബ്രോസൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചൊരു ലുക്കാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുണ്ട്. അത് മോളാണ് എനിക്ക് കിട്ടുന്നത്. പുതിയതായിട്ട് ഞാൻ വാങ്ങിയ ഷെയ്ഡാണിത് ലിപ്സ്റ്റിക്ക്. ഒരു ഡാർക്ക് കളറാണ്. അതിനുശേഷം ഇതാ കുറച്ച് ബ്ലഷൊക്കെ ചെയ്ത് കമ്മലൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ ചുറ്റിച്ചൊക്കെ അവിടെ വെച്ചിട്ട് ഉള്ള ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഇതാ പൂവൊക്കെ കുത്തി ധാരപ്പട്ടയൊക്കെ കെട്ടി ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പൊട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പൊട്ടൊക്കെ വെക്കണത്രേ. അടുത്ത ലുക്ക് എന്ന് പറയുന്നത് പൊട്ടും വെച്ചു. അതോടൊപ്പം പിന്നെ നല്ലൊരു അടിപൊളി മാലയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാൻസ് പഠിക്കുന്ന ടീച്ചർ എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഡാൻസൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെയാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു ടീച്ചറുടെ ശിക്ഷണത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസൈറ്റി എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നേ. ഭയങ്കര ത്രില്ലിലായിരുന്നു ഞാൻ ഉണ്ടായത്. അപ്പോൾ ടീച്ചർ തന്നെ ചെനങ്ങയൊക്കെ കെട്ടിത്തന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് ഞാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം ടീച്ചർ എനിക്ക് ചെനങ്ങയൊക്കെ കെട്ടിത്തന്ന് 2 കാലിലും ചെനങ്ങയൊക്കെ ടീച്ചർ തന്നെയാണ് കെട്ടിത്തന്നത്. ടീച്ചർ ഒരുങ്ങിയിട്ട് നല്ല വന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ടീച്ചർ വേറെ എവിടേക്കോ പോയിട്ട് വന്നതായിരുന്നേ. അതുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നു. ടീച്ചർക്ക് കാര്യമായിട്ട് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. നമ്മളെല്ലാവരെയും ഒരുങ്ങാനൊക്കെ ടീച്ചർ തന്നെയാണ് സഹായിച്ചത്. ഈ സാരിയൊക്കെ നമ്മൾ സ്വന്തം തന്നെ കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ടീച്ചർ തന്നെയാണ് ഒറ്റയ്ക്ക് നോക്കിയത്. അപ്പോൾ അതിനുശേഷം അതാണ് നമ്മുടെ ആന്തൂർക്കാവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചാണ്, അത് കളിയാട്ടത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഡാൻസ് പ്രോഗ്രാം ഇവിടെ ചെയ്തത് കേട്ടോ. ഇത് ആന്തൂർ പറശ്ശിനിക്കട കളിയിലാണ്. ഇത് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് റോഡിൻ്റെ മുകളിൽ നമ്മൾ ഡാൻസ് ചെയ്താണ് കേട്ടോ. കാരണം നമുക്ക് ചെയ്തു നോക്കാൻ നമ്മൾ ഡാൻസ് സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് ചിലങ്ങനെ സൗണ്ട് കേട്ടിട്ട് അടുത്തുള്ള വീട്ടിലെ ചേട്ടനും ചേച്ചി എല്ലാവരും ഓടി വന്ന് നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പിന്നെ അവരൊന്നും മൈൻഡാക്കാൻ നിന്നില്ല. ആ ഒച്ച കേട്ടിട്ടാണല്ലോ അവർ ഓടി വന്നത്. അതായിരുന്നല്ലോ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പ് ഇടുമ്പോഴത്തേക്ക് അങ്ങനൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഏച്ചി ആകെ പെട്ടെന്ന് ഇതായി. ഒന്ന് കളിച്ച് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റൊക്കെ നേരത്തെ കിട്ടി. ഏച്ചി വന്നോ വണ്ടി വരുന്നു പറഞ്ഞിട്ട് ഏച്ചി അവിടെ നിന്ന് ഒറ്റ ഓട്ടമായിരുന്നേ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണാതാട്ടി. ഏച്ചി ഒറ്റ ഓട്ടം ഓടുന്ന നിങ്ങൾക്ക് കാണാം. എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ ആണിത്. ഡാൻസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എടുത്താൽ. ഓക്കെ ബൈ ഫ്രണ്ട്സ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.